ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ നല്ലവനായ ദൈവം ഈ ദിനങ്ങളിൽ നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷ നമ്മുടെ ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരിലേക്കും ഈ അനുഗ്രഹം കടന്നു വരികയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഈ 21-ാം ദിവസം നമ്മൾ പ്രത്യേകമായി കണ്ട് ധ്യാനിക്കുന്ന തിരുവചനം, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. അവിടെ ഈ തിരുവചനം ഇപ്രകാരം പറയുകയാണ്. ശിമയോൻ കർത്താവായ ഈശോയെ കയ്യിലെടുത്ത് ഇപ്രകാരം പറയുകയാണ്: സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമയോൻ ഉണ്ണീശോയെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇപ്രകാരം പറയുക: ഓ ദൈവമേ, സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ശിമയോൻ കണ്ട ആ രക്ഷ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നെടുവ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ഓരോ ബലിയിൽ പങ്കുചേരുമ്പോൾ, നമ്മൾ ആ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നീ വീണ്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുക. നമ്മളൊരു ജപമാല ചെല്ലുമ്പോൾ, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ സജീവമായി പങ്കുചേരുമ്പോൾ, ഈ ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവികമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തീഷ്ണതയോടെ അനുദിനം നമ്മുടെ ബലിയിൽ പങ്കുചേരുമ്പോൾ, ഇടവ കൂട്ടായ്മയുമായി ചേർന്ന് നിൽക്കുമ്പോൾ, സഭയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, സഭയോട് പങ്കുചേർന്ന് നിൽക്കുമ്പോൾ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുക. ഈ മേഖല തുറവി കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശിമയോൻ കണ്ടതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ ഓരോ ബലിയിലും തീഷ്ണതയോട് പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഓരോ കുടുംബ പ്രാർത്ഥനയും, എൻ്റെ ഓരോ അനുദിന പ്രാർത്ഥനയും ദൈവമേ തീഷ്ണതയോടെ ഞാൻ നിറവേറ്റും ദൈവമേ, ഞാൻ നിർവഹിക്കും ദൈവമേ. ഈ തീരുമാനം എടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയാണ്. ഈ അനുഗ്രഹത്തിന് വേണ്ടി തിരുവസ്തുരുവിനായി ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. തിരുവസ്തുരുവിനായി ഈശോയെ, നോമ്പിൻ്റെ 21-ാം ദിവസമായി എന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നല്ല ഈശോയെ, ശിമയോൻ അങ്ങയെ കയ്യിലെടുത്ത് അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പ്രഘോഷിച്ചതുപോലെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് അനുദിന ബലിയിൽ, അനുദിന പ്രാർത്ഥനയിൽ, അനുദിന ജപമാലയിൽ, കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഓരോ ബലിയിലും ഭക്തിപൂർവ്വം പങ്കുചേരുമ്പോൾ, ഓരോ ജപമാലയിലും പങ്കുചേരുമ്പോൾ, കുടുംബത്തിൽ ജപമാല സജീവമായി നമ്മൾ അർപ്പിക്കുമ്പോൾ, ഓ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണല്ലോ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി സജീവമായി ഇടവ കൂട്ടായ്മയോട് പങ്കുചേർന്നിരിക്കാൻ, ബലിയിൽ പങ്കുചേരുന്നതിന് അഭിഷേകം കിട്ടാൻ വേണ്ടി ഈ സമയം യേശുവേ യേശുവേ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാം. കൂപ്പുകാരങ്ങളോടെ, വലിയ ഭക്തിയോടെ
ഈശോയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.